നാലാളെ കാണുമ്പോൾ ഞാൻ നെഹ്റുവിൻ ഇടതുപക്ഷമാണെന്ന് പറഞ്ഞാൽ മതിയോ? എല്ലാ പ്രസംഗത്തിന്റെയും ബജറ്റിന്റെയും ഒടുക്കം 4 നെഹ്റു വാചകങ്ങൾ പറഞ്ഞാൽ നെഹ്റുവിൻ സോഷ്യലിസ്റ്റിന്റെ കർമ്മം പൂർത്തിയായോ? നെഹ്റു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് നേരിട്ടും വായിച്ചും മനസ്സിലാക്കിയ സോഷ്യലിസത്തിന്റെ യഥാർത്ഥ പിൻഗാമി ഞാനാണെന്ന് അവകാശപ്പെടാനുള്ള മിനിമം ചങ്കൂറ്റം ഈ മനുഷ്യന് എവിടെ നിന്നാണ് വരുന്നത്? നെഹ്റുവിൻ സോഷ്യലിസത്തിന്റെ ഏറ്റവും പ്രധാന ഘടകം ആസൂത്രണമാണ്. തന്റെ രാജ്യം ഒരു ലക്ഷ്യം ആസൂത്രണം ചെയ്യുകയും അത് നേടിയെടുക്കാൻ 5 വർഷം കാര്യക്ഷമമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന പഞ്ചവത്സര പദ്ധതിയാണ് നെഹ്റുവിന്റെ പ്ലാൻ. അത് അദ്ദേഹം മനസ്സിലാക്കിയത് സോവിയറ്റ് യൂണിയനിൽ നിന്നും. ഇനി സതീശന്റെ കാര്യം എടുത്താലോ? കേരളത്തിൽ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം പദ്ധതികൾ നടപ്പിലാക്കിയത് ആസൂത്രണ കമ്മീഷനാണ്. സതീശൻ അതിനെ പിരിച്ചുവിടുന്നു. പകരം പുതിയൊരു സംവിധാനം കൊണ്ടുവരുന്നു: തിങ്ക് ടാങ്കുകൾ. കുറെ അടുപ്പക്കാരുടെ വാക്കുകൾ കേട്ട്, കുറെ മുതലാളിമാരുടെ വാക്ക് കേട്ട് അടുത്ത 5 വർഷം കൊണ്ട് കേരളത്തെ കുഴിയിൽ ചാടിക്കാനുള്ള പരിപാടിയാണ് സതീശന്റേത്. അതല്ലാതെ മറ്റൊരു ആസൂത്രണവുമില്ല. ഇനി സതീശൻ ഈ ഐഡിയ കോപ്പി ചെയ്തത് എവിടെ നിന്നാണ്? നെഹ്റുവിൽ നിന്നല്ല, നരേന്ദ്രമോദിയിൽ നിന്നാണ്. ഇന്ത്യയുടെ പ്ലാനിംഗ് കമ്മീഷൻ പിരിച്ചുവിട്ട് നീതി ആയോഗ് തുടങ്ങിയ മോദിയാണ് സതീശന്റെ ഗുരു. മോദിയിൽ നിന്നാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മോദി പറഞ്ഞ റെയർ എർത്ത് ഇടനാഴി സതീശൻ നടപ്പിലാക്കുന്നു. മോദി പറഞ്ഞ സ്വകാര്യവത്കരണം സമ്പൂർണ്ണമായി നടപ്പിലാക്കുന്നു. മോദിയുടെ ബ്ലൂ ഇക്കണോമി അതുപോലെ നടപ്പിലാക്കുന്നു. മിസ്റ്റർ വി.ഡി. സതീശൻ, നിങ്ങൾ നെഹ്റുവിൻ ഇടതുപക്ഷമല്ല, മറിച്ച് മോദിയൻ എക്സ്ട്രീം റൈറ്റ്, കോർപ്പറേറ്റുകളുടെ അരുമ.